ഹായ് എവരിവൺ, ഒരു അടിപൊളി അവസരത്തിനെ പറ്റിയിട്ടാണ് ഷെയർ ചെയ്യാൻ പോണത്. അതായത് ഇറ്റലിക്ക് നമുക്കൊരു സീസണൽ ജോബിനായിട്ട് പോകാൻ പറ്റും. അതായത് സീസണൽ ജോബ് എന്ന് പറയുകയാണെങ്കിൽ ഡിക്രീറ്റോ ഫ്ലൂസിക്കായിട്ട് പോകാൻ പറ്റും. സോ എല്ലാം ഒരു സ്കിൽഡ് ജോബുകളും അൺസ്കിൽഡ് ജോബുകളിലും പെടുന്ന ജോബുകളാണ്. അതുപോലെ തന്നെ നല്ല സാലറി ഒരു പ്രൊവൈഡ് ചെയ്യുന്നുണ്ട്. അതായത് ഏകദേശം പറയുകയാണെങ്കിൽ 1400 യൂറോ വരെ, അതായത് ഇന്ത്യൻ മണിയിൽ 1.5 ലക്ഷത്തോളം രൂപ വരെ നമുക്ക് സാലറി കിട്ടുന്ന ജോബുകൾ നമുക്ക് കിട്ടും. അതുപോലെ തന്നെ പിന്നെ ഒരുപാട് സെക്ടേഴ്സ് കിട്ടും. അതായത് ഈ ഒരു അഗ്രികൾച്ചർ ഫീൽഡിലേക്കും പിന്നെ അതുപോലെ തന്നെ ടൂറിസം ആൻഡ് ഹോസ്പിറ്റാലിറ്റി, അതുപോലെ തന്നെ ഷിപ്പ് ബ്രേക്കിംഗ് ആൻഡ് ഇൻഡസ്ട്രിയൽ വർക്കുകൾ. സോ ഇതെന്ന് പറയുകയാണെങ്കിൽ നമുക്ക് ടോട്ടൽ 330 പൊസിഷൻസ് ആണ് നമുക്ക് അവൈലബിൾ ആയിട്ടുള്ളത് സീസണൽ ജോബുകൾ. ഈ ഒരു സീസണൽ ജോബ് കഴിയുകയാണെന്നുണ്ടെങ്കിൽ നമുക്കൊരു പെർമനൻറ്റ് ജോബ് നേടിയെടുക്കാനും പറ്റും. ബട്ട് അത് നമ്മളുടെ സ്കിൽസ് അനുസരിച്ചിരിക്കും. ഓക്കെ, സോ എന്തായാലും ഇറ്റലിക്ക് ഒരു ഫോറിൻ ആയിട്ടുള്ള നമ്മൾക്ക് എങ്ങനെയാണ് ജോബിനായിട്ട് പോകാൻ പറ്റുക എന്നുള്ളതിൻ്റെ ഫുൾ കാര്യങ്ങൾ ഈ ഒരു വീഡിയോയിൽ ഞാൻ ഷെയർ ചെയ്യാം. ആൻഡ് ഇറ്റ്സ് മീ ഷിയാം, വെൽക്കം ടു വേഫറർ ഇൻസൈറ്റ്സ്. ഇറ്റലി എന്ന് പറയുകയാണെങ്കിൽ നമുക്കറിയാം ലാൻഡ്സ്കേപ്സിൻ്റെ കാര്യത്തിലാണെന്നുണ്ടെങ്കിലും വളരെ മനോഹരമായിട്ടുള്ള ഒരു രാജ്യം തന്നെയാണ് ഇറ്റലി എന്ന് പറയുന്നത്. സോ അവിടുത്തെ കൾച്ചറിൻ്റെ കാര്യത്തിലൊക്കെ ആണെന്നുണ്ടെങ്കിലും വളരെ മുന്നിട്ട് നിൽക്കുന്ന ഒരു രാജ്യം തന്നെയാണ്. സോ എന്തായാലും നമുക്ക് ഇപ്പോൾ വന്നിട്ടുള്ള ഈ ഒരു അവസരം നോക്കി നോക്കാം. അതായത് നമുക്ക് വർക്കിംഗ് ഹവേഴ്സ് ഒക്കെ ഒരു 8 hours മാത്രമേ ഉള്ളൂ കേട്ടോ വരിക. ഒരു ദിവസം 8 മണിക്കൂർ മാത്രമേ വരുന്നുള്ളൂ. അതുപോലെ തന്നെ നല്ല സാലറി പ്രൊവൈഡ് ചെയ്യുന്നുണ്ട്. അതുപോലെ തന്നെ 18 വയസ്സിന് മുകളിൽ പ്രായമുള്ള ആർക്കും ഇതിന് അപ്ലൈ ചെയ്യാൻ പറ്റും കേട്ടോ. 18 to 48 അതാണ് ഈ ഒരു ഏജ് ലിമിറ്റ് വരുന്നത്. ഫിസിക്കലി ഫിറ്റ് ആയിരിക്കണം എന്ന് പറയുന്നുണ്ട്. ബേസിക് ഇംഗ്ലീഷ് ലാംഗ്വേജ് അല്ലെങ്കിൽ ഇറ്റാലിയൻ ലാംഗ്വേജ് ഏതെങ്കിലും ഒന്ന് വേണം. ഇംഗ്ലീഷ് ആണെങ്കിലും ഒരു ബേസിക് വേണം കേട്ടോ. അതുപോലെ തന്നെ എല്ലാ ജോബിനും എക്സ്പീരിയൻസ് വേണമെന്നൊന്നും പറയണില്ല, ചില ജോബിന് മാത്രം. സോ എന്തായാലും ഇതിന് ഇനി എങ്ങനെയാണ് അപ്ലൈ ചെയ്യുക, എന്താണ് ചെയ്യേണ്ടത് എന്നുള്ളതിൻ്റെ സ്ക്രീൻ റെക്കോർഡ് ഞാൻ കാണിച്ചു തരാം. സോ അങ്ങനെയാണെങ്കിൽ നിങ്ങൾക്ക് മനസ്സിലാക്കാൻ ഒന്നുകൂടി എളുപ്പമായിരിക്കും. ഓക്കെ, സോ ഇനി എന്തായാലും നമുക്ക് സ്ക്രീൻ റെക്കോർഡ് നോക്കി നോക്കാം. അപ്പോൾ എന്തായാലും നമ്മൾ പറഞ്ഞ പോലെ ഈ ഒരു ഇറ്റലിക്ക് ഇപ്പോൾ വന്ന ഈ ഒരു ജോബിൻ്റെ, അതായത് ഈ ഇറ്റലി സീസണൽ ജോബിൻ്റെ ഈ ഒരു ഡിക്രീറ്റോ ഫ്ലൂസിനെ എങ്ങനെയാണ് അപ്ലൈ ചെയ്യുക എന്നുള്ളത് നമ്മൾ നോക്കി നോക്കാം. അതായത് നമ്മൾ പറഞ്ഞിട്ടുണ്ടായിരുന്നു 3 ഇൻഡസ്ട്രികളിലാണ് വരുന്നത്. അതായത് ഈ ഒരു ഷിപ്പ് ബ്രേക്കിംഗ്, അതുപോലെ തന്നെ ഹോസ്പിറ്റാലിറ്റി ആൻഡ് ടൂറിസം ആൻഡ് അഗ്രികൾച്ചർ, ഈ ഒരു സെക്ടേഴ്സൊക്കെയാണ് പറഞ്ഞിട്ടുണ്ടായിരുന്നത്. ഓക്കെ, സോ നമുക്ക് നോക്കി നോക്കാം. ലൊക്കേഷൻ ഇറ്റലിയിൽ പല സ്ഥലത്തും അപ്ലൈ ചെയ്യുന്നുണ്ട്, ആളുകളെ നിയമിക്കുന്നുണ്ട്. പിന്നെ ജോബ് ടൈപ്പ് സീസണലാണ് നമ്മൾ പറഞ്ഞിട്ടുണ്ടായിരുന്നു. പിന്നെ ഡിക്രീറ്റോ ഫ്ലൂസിയാണ് പ്രോഗ്രാം ഈ ഒരു 2026 അല്ലെങ്കിൽ ഈ ഒരു സമ്മറിലേക്ക്. ടോട്ടലി 330 വേക്കൻസികൾ ഉണ്ടെന്ന് പറയുന്നുണ്ട്. 330 സീസണൽ പൊസിഷൻസ് ഉണ്ട്. ഹയറിങ് ഫസ്റ്റ് കം ഫസ്റ്റ് സെർവ് അങ്ങനെയാണ് വരുന്നത്. ഓക്കെ, സോ ഇനി നിങ്ങളിതൊക്കെ ഒന്ന് വായിച്ച് നോക്കുക കേട്ടോ. ഞാൻ ഇനി ഇത് വായിച്ചിട്ട് ഒരുപാട് ഈ ഒരു വീഡിയോ ലെങ്ത് ആക്കണില്ല. സോ ഇതൊരു ലീഗൽ പാത്ത് വേനെയാണ് കേട്ടോ ഇറ്റലിയിൽ വർക്ക് ചെയ്യാനായിട്ട്, അല്ലെങ്കിൽ ഒരു എംപ്ലോയറിൻ്റെ കയ്യിൽ നിന്ന് ഒരു സ്പോൺസർഷിപ്പ് വർക്ക് പെർമിറ്റ് സംഘടിപ്പിക്കാനായിട്ട്. ഓക്കെ, സോ ഇറ്റാലിയൻ ലോ പ്രകാരം, ഇമിഗ്രേഷൻ ലോ പ്രകാരം. സോ നമ്മൾ പറഞ്ഞിട്ടുണ്ടായിരുന്നു ഹോസ്പിറ്റാലിറ്റി ആൻഡ് ടൂറിസത്തിൽ നമുക്ക് ഹോട്ടൽ റൂം അറ്റൻഡൻറ്റ്, ഹൗസ് കീപ്പിംഗ് സ്റ്റാഫ്, വെയിറ്റേഴ്സ് ആൻഡ് വെയിറ്ററസ്, കിച്ചൺ അസിസ്റ്റൻറ്റ്, ഹോട്ടൽ ആൻഡ് റിസോർട്ട് ഹെൽപ്പേഴ്സ്, അങ്ങനെ വേറെയും കുറേ ഉണ്ട്. അഗ്രികൾച്ചറിലും ഉണ്ട് ഒരുപാട്. ഫാം വർക്കേഴ്സ്, ഫ്രൂട്ട് ആൻഡ് വെജിറ്റബിൾ പിക്കേഴ്സ്, ഗ്രീൻ ഹൗസ് വർക്കേഴ്സ്, സീസണൽ ക്രോപ്പ് വർക്കേഴ്സ്, പിന്നെ വേറെ ഒരുപാടുണ്ട്. അതുപോലെ തന്നെ ഷിപ്പ് ബ്രേക്കിംഗ് ആൻഡ് ഇൻഡസ്ട്രിയൽ വർക്ക്, അതിൽ നമുക്ക് കാണാൻ പറ്റും ജനറൽ ഷിപ്പ് യാർഡ് വർക്കേഴ്സ്, ക്ലീനിങ് ആൻഡ് മെയിൻ്റനൻസ് സ്റ്റാഫ്, യാർഡ് ആൻഡ് ലോഡിംഗ് ഹെൽപ്പേഴ്സ് വേറെ ഉണ്ട് പറയുന്നുണ്ട്. പിന്നെ ജോബ് ഡീറ്റെയിൽസ് നമുക്ക് കാണാൻ പറ്റും. കോൺട്രാക്ട് ഈ ഒരു സീസണൽ ജോബ് ആയതുകൊണ്ട് തന്നെ 3 to 6 months ആണ് വരിക. ഓക്കെ, പിന്നെ വർക്കിംഗ് ഹവേഴ്സ് 8 hours per day ആണ് വരിക. ഓക്കെ, ഒരു 5 to 6 days per week നമുക്ക് ജോബ് ഉണ്ടാവും. നമ്മൾ പറഞ്ഞ പോലെ തന്നെ സാലറി മെൻഷൻ ചെയ്തിട്ടുണ്ട്. 900 euro to 1400 euro. 1400 euro എന്നൊക്കെ പറയുകയാണെങ്കിൽ ഇന്ത്യൻ മണിയിൽ ഏകദേശം 1.5 ലക്ഷത്തോളം. നമുക്ക് കറക്റ്റായിട്ട് പറയുകയാണെങ്കിൽ നമുക്ക് 1,47,000 സംതിങ് രൂപയാണ് കേട്ടോ വരുന്നത്. സോ അതുപോലെ തന്നെ പിന്നെ അക്കോമഡേഷൻ്റെ കാര്യം അത് എംപ്ലോയർ പ്രൊവൈഡ് ചെയ്യുമെന്ന് പറഞ്ഞിട്ടുണ്ട്. അതായത് ഷെയറിംഗ് ഹൗസ് ആയിരിക്കും, മീൽസ് പ്രൊവൈഡഡ് ആണ് പറയുന്നുണ്ട്. പിന്നെ വർക്ക് ലൊക്കേഷൻസ് ഒക്കെ എവിടെയെന്നുള്ളത് കൊടുത്തിട്ടുണ്ട്. എലിജിബിലിറ്റി റിക്വയർമെൻറ്റ്സ് നമ്മൾ നേരത്തെ പറഞ്ഞ പോലെ തന്നെ 18 വയസ്സ് മുതൽ 48 വയസ്സ് വരെയുള്ള ആളുകൾക്ക് ഫിസിക്കലി ഫിറ്റ് ആയിരിക്കണം. ബിക്കോസ് നമുക്കിത് ലിഫ്റ്റ് ചെയ്യാനും ഒക്കെ പറ്റണം. ബേസിക് ഇംഗ്ലീഷ് ലാംഗ്വേജ് വേണം ഓർ ഇറ്റാലിയൻ. ഓക്കെ, ഇംഗ്ലീഷ് ലാംഗ്വേജ് ബേസിക് ഉണ്ടെങ്കിൽ അത് മതി. പിന്നെ അതുപോലെ തന്നെ എക്സ്പീരിയൻസ് വേണമെന്നൊന്നും പറയുന്നില്ല. മോസ്റ്റ് ഓഫ് ദ റോൾസിനും കേട്ടോ, എല്ലാത്തിനും അല്ല. മസ്റ്റ് മീറ്റ് വിസ ആൻഡ് വർക്ക് പെർമിറ്റ് റിക്വയർമെൻറ്റ്സ്. ഓക്കെ, പിന്നെ ബെനിഫിറ്റ്സ് എന്തൊക്കെയാണെന്നുള്ളതൊക്കെ ഇതിൽ കൊടുത്തിട്ടുണ്ടെങ്കിൽ വായിച്ച് നോക്കുക കേട്ടോ. ഒരുപാട് ഡിലേ ആയിക്കണില്ല. ഹൗ ടു അപ്ലൈ എങ്ങനെയെന്ന് കാണിച്ചു തരാം. ഇവരെ കോൺടാക്ട് ചെയ്യാനുള്ള ഇൻഫർമേഷൻസ് ഒക്കെ ഉണ്ട് കേട്ടോ. സോ വൈ ട്രസ്റ്റ് അസ്, എന്തുകൊണ്ടാണ് ഇവരെ ട്രസ്റ്റ് ചെയ്യുന്നത്? ബിക്കോസ് ഇവർ 100% ഫ്രീ ആയിട്ടാണ് ഈ ഒരു ജോബ് സീക്കിങ് ചെയ്ത് കൊടുക്കുന്നത്. ഒരു ഹിഡൻ ഫീസ് ഒന്നുമില്ല. അതുപോലെ തന്നെ അഡ്വാൻസ് പേയ്മെൻ്റ് ഒന്നും ചെയ്യണമെന്ന് പറയുക, ലീഗൽ കോൺട്രാക്റ്റോ അങ്ങനെ ഒന്നുമില്ല. കറക്റ്റ് ആ ഒരു റിക്രൂട്ടേഴ്സ് ആയിട്ടുള്ള ആ ഒരു ഇവൻറ്റിന് പങ്കെടുപ്പിക്കുന്ന കാര്യങ്ങൾ ഇവർ ചെയ്യും. സോ ഇനി നമുക്ക് ഇവിടെ അപ്ലൈ നൗ എങ്ങനെയാണ് അപ്ലൈ ചെയ്യേണ്ടതെന്ന് കാണിക്കുന്നുണ്ട്. ഫസ്റ്റ് നെയിം എന്നുള്ളിടത്ത് നിങ്ങൾ നിങ്ങളുടെ പേര് കൊടുക്കുക. ലാസ്റ്റ് നെയിം എന്താണോ അത് നിങ്ങൾ കൊടുക്കുക. പിന്നെ നിങ്ങളുടെ ഇമെയിൽ അഡ്രസ്സ് അത് നിങ്ങൾ കറക്റ്റായിട്ട് കൊടുക്കുക കേട്ടോ. നിങ്ങൾ കൊടുക്കുന്ന ഡീറ്റെയിൽസ് കറക്റ്റ് ആണ് എന്നുള്ളത് ചെക്ക് ചെയ്യുക. ബിക്കോസ് നമുക്ക് ആ ഒരു ഇമെയിലേക്ക് ഔട്ടോ നമുക്ക് നോട്ടിഫിക്കേഷൻസ് ഒക്കെ വരിക. സോ അത് നിങ്ങൾ കറക്റ്റായിട്ട് കൊടുക്കുക. ജെൻഡർ, നിങ്ങളുടെ ജെൻഡർ ഏതാണോ അത് കൊടുക്കുക. കൺട്രി ഓഫ് യുവർ കറൻറ്റ് റെസിഡൻസ് അത് നിങ്ങൾ ഇന്ത്യ എന്നുള്ളത് കൊടുക്കുക.
ഈ ഒരു വെബ്സൈറ്റിൻ്റെ വഴി നമ്മൾ കൂടുതൽ കാണിച്ചു തന്നിട്ടുണ്ട്. അതുകൊണ്ട് ഒരുവിധ ആളുകൾക്കൊക്കെ നമ്മളെ ചാനൽ കാണുന്ന ആളുകൾക്കൊക്കെ മനസ്സിലാവുന്നതായിരിക്കും. സിറ്റിസൺഷിപ്പും ഇന്ത്യ കൊടുക്കുക. സ്പോക്കൺ ലാംഗ്വേജസ് ഇറ്റാലിയൻ, ഇംഗ്ലീഷ്, ഒതേഴ്സ്. നിങ്ങൾ ഇംഗ്ലീഷ് കൊടുക്കുക, ഇറ്റാലിയൻ അറിയുന്നുണ്ടെങ്കിൽ അത് കൊടുക്കുക, ഒതേഴ്സ് വേറെ ഏതെങ്കിലും ഉണ്ടെങ്കിൽ അതും കൊടുക്കുക. ഏജ് ഇതിൻ്റെ കാറ്റഗറീൻ്റെ ഉള്ളിലാണ്. ഇപ്പോൾ 19 to 30 ഇതൊക്കെ കൊടുക്കുന്നുണ്ട്. ജോബ് സെക്ടർ ഇപ്പോൾ നമ്മൾ പറഞ്ഞിട്ടുണ്ടായിരുന്നു ആ 3-4 സെക്ടർ ഉണ്ട്. ഞാനൊരു ഹോസ്പിറ്റാലിറ്റി കൊടുക്കുന്നുണ്ട്. സെലക്ട് യുവർ ഓക്യുപ്പേഷൻ, ആ ഒരു ഹോസ്പിറ്റാലിറ്റി സെക്ടറിൽ ഏതാണ് എന്നുള്ളത് ഇതിൽ കൊടുക്കുക. എല്ലാതും കാണിക്കുന്നുണ്ട്, നിങ്ങൾ ഏതിലാന്നുള്ളത് കൊടുക്കുക കേട്ടോ. ജസ്റ്റ് ഇപ്പോൾ ഏതാ കൊടുക്കുക. പെയിൻറ്റിങ് ആൻഡ് പ്രിപ്പറേഷൻ വർക്കർ കൊടുക്കുന്നുണ്ട്. ഡു യു ഹാവ് എക്സ്പീരിയൻസ്ഡ് ഇൻ ദ സെലക്റ്റഡ് ഓക്യുപ്പേഷൻ, യെസ് കൊടുക്കുക. അതിൽ ഏതാണോ സെക്ടർ അത് നിങ്ങൾ എക്സ്പീരിയൻസ്ഡ് ആയിരിക്കാനുള്ളത് കൊടുക്കുക. ഇനി അല്ലെങ്കിൽ നോ കൊടുക്കുക. വർക്ക് എക്സ്പീരിയൻസ് എത്രയെന്നുള്ളത് കൊടുക്കുക. അതർ സ്കിൽസ്, നിങ്ങൾക്ക് വേറെ എന്തെങ്കിലും സ്കിൽസ് ഉണ്ടെന്നുണ്ടെങ്കിൽ നിങ്ങൾ മെൻഷൻ ചെയ്തിട്ട് കൊടുക്കുക. ഓക്കെ, സെപ്പറേറ്റഡ് ബൈ കോമാസ് ആയിട്ട് കൊടുക്കുക. ഒരു 2-3 നിങ്ങൾ അടിച്ചു കൊടുക്കുക കേട്ടോ. പിന്നെ അതുപോലെ തന്നെ ആർ യു റെസിഡൻറ്റ് ഓഫ് EU മെമ്പർ കൺട്രി, നോ കൊടുക്കുക. നമ്മൾ EU മെമ്പർ കൺട്രീൻ്റെ റെസിഡൻ്റ് അല്ല. സോ ഡു യു ഹാവ് എ വാലിഡ് പാസ്പോർട്ട്, യെസ് കൊടുക്കുക. ഡു യു നീഡ് അക്കോമഡേഷൻ, യെസ് കൊടുക്കുക. ഡു യു പ്രിഫർ ടു സ്റ്റേ ഇൻ ഇറ്റലി ഫോർ പെർമനൻറ്റ് വർക്ക് ആഫ്റ്റർ ദ സീസണൽ കോൺട്രാക്ട് എൻഡ്സ്, അത് നിങ്ങൾ ശ്രദ്ധിക്കുക. ഈ ഒരു സീസണൽ കോൺട്രാക്ട് എൻഡ് ആവുകയാണെങ്കിൽ പിന്നെ പെർമനൻ്റ് ആയിട്ട് ഇറ്റലിയിൽ വർക്ക് ചെയ്യാൻ താല്പര്യം ഉണ്ടോ എന്ന് ചോദിക്കുന്നുണ്ട്. യെസ് കൊടുക്കുക. അബൌട്ട് യുവർ സെൽഫ്, നിങ്ങളെ പറ്റിയിട്ടുള്ള ചെറിയൊരു ഡീറ്റെയിൽ കൊടുക്കുക കേട്ടോ. എന്തെങ്കിലുമൊക്കെ കൊടുക്കുക, എന്തെങ്കിലും അല്ല, നിങ്ങളുടെ പ്രൊഫൈൽ എങ്ങനെയാണെന്നുള്ളത് ജസ്റ്റ് ഒന്ന് കൊടുക്കുക. കൂടുതൽ ഈ ഒരു ജോബായിട്ട് ബന്ധപ്പെട്ടിട്ട് കൊടുക്കാൻ നോക്കുക. ഓക്കെ, സോ അങ്ങനെ എന്താണോ എന്നുള്ളത് നിങ്ങൾ അടിച്ചു കൊടുക്കുക. പിന്നെ നമ്മളുടെ CV യും നമ്മളുടെ കവർ ലെറ്ററും നമ്മൾ ഇമെയിൽ ചെയ്ത് കൊടുക്കണം. അതായത് ഇറ്റലി ജോബ്സ് 2026@europeobserver.net, ഇവിടെ വെബ്സൈറ്റ് ഉണ്ട്, അതിലേക്ക് നമ്മൾ ചെയ്ത് കൊടുക്കണം. ഇവിടെ ഐ ആം ഗോയിങ് ടു സെൻഡ് ഇമെയിൽ നൗ പറഞ്ഞിട്ട് അത് നിങ്ങൾ സെൻഡ് ചെയ്ത് കൊടുക്കുക. ഓക്കെ, യൂറോപ്യൻ കൺട്രിയാണ്. ഒരു യൂറോപ്പാസിൻ്റെ CV കവർ ലെറ്റർ ഉണ്ടാക്കണം. എങ്ങനെയാണ് ഉണ്ടാക്കുക എന്നുള്ളത് നമ്മുടെ ചാനലിലുണ്ട്, ഡിസ്ക്രിപ്ഷനിൽ ലിങ്ക് ഉണ്ട്, അത് നോക്കിയിട്ട് ഉണ്ടാക്കുക. ഓക്കെ, സോ നിങ്ങളിത് എന്ത് വന്നാലും ചെയ്യണം കേട്ടോ. കാരണം എന്നാലുള്ളൂ നിങ്ങൾക്ക് ആ ഒരു ഇവൻറ്റിൽ പങ്കെടുക്കാൻ. കാരണം നിങ്ങളുടെ പ്രൊഫൈൽ വെരിഫിക്കേഷൻ ചെയ്തിട്ട് നിങ്ങൾ ഓക്കെ ചെയ്യണമെന്ന് അറിയാൻ പറ്റുള്ളൂ. അപ്പോൾ നിങ്ങൾ ചെയ്ത് കൊടുക്കണേ. പിന്നെ ഹൗ ഡിഡ് യു ഹിയർ അബൌട്ട് അസ്, നിങ്ങൾക്ക് വേണമെങ്കിൽ ന്യൂസോ സോഷ്യൽ മീഡിയ അഡ്വർടൈസ്മെൻറ്റ് അത് ഏത് വേണമെങ്കിലും കൊടുക്കുക. പ്രൈവസി പോളിസി ടിക്ക് ചെയ്യുക. ഇവിടെ സബ്മിറ്റ് എന്നുള്ള ഓപ്ഷൻ ഉണ്ട്, അത് ടിക്ക് കൊടുക്കുക. ഓക്കെ, താങ്ക് യു ഫോർ അപ്ലൈയിങ് നമ്മളിവിടെ കൊടുത്തിട്ടുണ്ട്. നമ്മുടെ ആപ്ലിക്കേഷൻ സബ്മിറ്റ് ആയി. ഓക്കെ, ഇനി ആപ്ലിക്കേഷൻ റിവ്യൂ ഉണ്ടാവും, ഷോർട്ട് ലിസ്റ്റിംഗ് ഉണ്ടാവും, പിന്നെ കോൺടാക്ട് ആൻഡ് വെരിഫിക്കേഷൻ, വർക്ക് പെർമിറ്റ് പ്രോസസ്സ്, ഇങ്ങനെയാണ് വരിക. സോ നിങ്ങൾ മനസ്സിലാക്കുക, നിങ്ങളുടെ പ്രൊഫൈൽ ഓക്കെ ആണെങ്കിൽ അവർ നിങ്ങളെ കോൺടാക്ട് ചെയ്യും കേട്ടോ. നിങ്ങളുടെ ആപ്ലിക്കേഷൻ റിവ്യൂ ചെയ്ത ശേഷം, ഷോർട്ട് ലിസ്റ്റ് ചെയ്ത ശേഷം പിന്നെയാണ് ബാക്കിയുള്ള കാര്യങ്ങളൊക്കെ വരിക. സോ നിങ്ങൾ ട്രൈ ചെയ്യുക, നിങ്ങൾ വെറുതെ ട്രൈ ചെയ്യാതിരിക്കേണ്ട, നല്ലൊരു ഓപ്പർച്യൂണിറ്റി തന്നെ ആയിരിക്കും. അപ്പോൾ നമ്മൾ പറഞ്ഞ പോലെ തന്നെ ഇനി ഇങ്ങനെയാണ് കേട്ടോ നമ്മളിതിനെ അപ്ലൈ ചെയ്യേണ്ടത്. ഇപ്പോൾ എന്നുള്ള ഈ ഒരു അവസരം നല്ല അവസരം തന്നെയാണ്. ഈ ഒരു ഡിക്രീറ്റ് ഓഫ് ഫ്ലൂസി എന്ന് പറയുകയാണെങ്കിൽ ഇറ്റാലിയൻ ഗവൺമെൻറ് എപ്പോഴും പുറത്ത് വിടുന്ന ഒരു വിസയാണ്. ഓക്കെ, സോ എന്തായാലും ഞാൻ ഈ ലിങ്കൊക്കെ ഡിസ്ക്രിപ്ഷനിൽ കൊടുത്തിട്ടുണ്ട് കേട്ടോ. നിങ്ങൾ അതൊക്കെ ചെക്ക് ചെയ്യുക. ഇറ്റലിക്ക് എത്തിപ്പെടണം അല്ലെങ്കിൽ ഏതെങ്കിലും ഒരു യൂറോപ്യൻ രാജ്യത്തേക്ക് എത്തിപ്പെടണം എന്ന് ആഗ്രഹമുള്ള എല്ലാവരും അപ്ലൈ ചെയ്യുക. താല്പര്യമുള്ള ആളുകളൊക്കെ അപ്ലൈ ചെയ്യുക, ജസ്റ്റ് ട്രൈ ചെയ്യുക. അതുപോലെ തന്നെ ഒരു കാര്യം കൂടിയും പറയാനുണ്ട്, ദയവായിട്ട് എൻ്റെ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തിട്ട് സപ്പോർട്ട് ചെയ്യുക. ഒരു ഹെൽപ്പ് മാത്രം നിങ്ങൾ എനിക്ക് ചെയ്തുതരിക. ഇനി എന്തായാലും നല്ലൊരു ഇൻഫർമേഷൻ ആയിട്ട് നമുക്ക് അടുത്ത വീഡിയോയിൽ കാണാം. ആൻഡ് ഫൈനലി ഇറ്റ്സ് മീ ഷിയാം ആൻഡ് ദിസ് ഈസ് വേഫെറർ ഇൻസൈറ്റ്സ് ആൻഡ് ദിസ് ചാനൽ വോണ്ട് ഡിസപ്പോയിന്റ് യു ആൻഡ് താങ്ക്സ് ഫോർ വാച്ചിങ്.